ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊരു കോഫി ലവർ ആണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലെറ്റ്സ് മേക്ക് സം മൊക്ക കോഫി പുഡിംഗ്. ഞാനിവിടെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബിസ്ക്കറ്റും ക്രീമും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ക്രീമും ബിസ്ക്കറ്റും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോഫി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റിന്റെ ക്രീം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് പാല് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ആ മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ പുഡിങ്ങിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയറായി നമുക്ക് ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ഈ കോഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെയും നമുക്ക് ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കാം, കോഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു 3 ലെയർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 3 ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 6 മണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ യമ്മി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള മോക്ക കോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബിസ്ക്കറ്റിൻ്റെ ചെറിയ ചെറിയ പീസസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.